ഹായ്, ഇന്ന് നമുക്ക് വൈകുന്നേരത്തെ സ്നാക്സിനായിട്ടുള്ള ഒരു ഐറ്റം തയ്യാറാക്കാം. പഴം ഏലാഞ്ചി. പഴം ഏലാഞ്ചി തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: പഴുത്ത നേന്ത്രപ്പഴം 3 എണ്ണം നേർമയിൽ മുറിച്ചത്, 2 കോഴിമുട്ട, തേങ്ങ ചിരവിയത് 1/2 കപ്പ്, ഏലക്ക പൊടിച്ചത്, പഞ്ചസാര, മൈദ, വെളിച്ചെണ്ണ. ഇനി നമുക്കെങ്ങനെ ഏലാഞ്ചിയിലേക്കുള്ള പഴത്തിൻ്റെ തീൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. പാത്രം നന്നായി ചൂടായ ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് നെയ്യിലും ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഇന്നിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് പഴമിടാം. പഴമിടുന്നതിനോടൊപ്പം തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കാം. അല്പം ഏലക്കാപ്പൊടി, എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. പഴം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ ഇടാം. ഇനി അതിലേക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന കോഴിമുട്ടയും ഒഴിക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കുക. അങ്ങനെ നമ്മുടെ തീൻ റെഡി ആയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് നേർമയിൽ മുറിച്ച് വെച്ച പഴം, അതുപോലെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 കോഴിമുട്ട, തേങ്ങ എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ചൂടാക്കിയതാണ്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ തീൻ റെഡിയായി. ഇനി നമുക്ക് ദോശ ചുടുവാനുള്ള മാവ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. മാവ് തയ്യാറാക്കുന്നതിന് 1 കപ്പ് മൈദ, 1 കോഴിമുട്ട, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കുക. വെള്ളം നമുക്ക് ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. ഒരു ദോശയുടെ പരുവത്തിൽ തന്നെ അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ദോശമാവ് തയ്യാറായി. ഇത് ചട്ടിയിൽ എണ്ണ തേച്ച് വെച്ചതാണ്. ഇനി അതിലേക്ക് നമുക്ക് ദോശയ്ക്ക് ഒഴിക്കാം. നന്നായി ഒന്ന് ചുറ്റിയെടുക്കുക. ചുറ്റിയ ശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കുക. നമ്മുടെ ദോശ തയ്യാറായിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി. ദോശ റെഡിയായി. ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പഴവും തേങ്ങ, പഞ്ചസാര, ഏലക്കായ മുതലായ തീന് നമുക്ക് നിറച്ച് വയ്ക്കാം. അങ്ങനെ നമ്മുടെ പഴം ഏലാഞ്ചി തയ്യാറായി. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വൈകുന്നേരത്തെ ചായക്കെല്ലാം പറ്റിയ നല്ലൊരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.